നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഖത്തറിൽ കോവിഡ് മുൻകരുതലുകൾ പാലിച്ചു തന്നെ ജനജീവിതം സാധാരണ നിലയിലേക്ക് കടന്നിരിക്കുകയാണ്. പൊതുജനങ്ങൾക്ക് കോവിഡ് സുരക്ഷ ഉറപ്പാക്കാൻ ബൂസ്റ്റർ ഡോസ് വിതരണവും സജീവമാണ്. എന്നാൽ ഇത് സംബന്ധിച്ച് പുതിയ ഒരു തീരുമാനം കൂടി കൈക്കൊണ്ടിരിക്കുകയാണ് ഖത്തർ. ബൂസ്റ്റർ ഡോസ് വാക്സിന്റെ കാലാവധി 12 മാസമായി ദീർഘിപ്പിക്കാൻ ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം തീരുമാനം എടുത്തിരിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. കോവിഡ് മുക്തി നേടിയവരുടെ പ്രതിരോധ ശേഷിയുടെ കാലാവധിയും 12 മാസമായി കണക്കാക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഏറ്റവും പുതിയ ശാസ്ത്രീയ പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചവരുടെയും കോവിഡ് മുക്തരുടെയും രോഗപ്രതിരോധ ശേഷി 9 നിന്നും 12 മാസമായി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് എന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുകയുണ്ടായി. നിലവിൽ 9 മാസം വരെ രോഗപ്രതിരോധ ശേഷി ഉണ്ടാകുമെന്നായിരുന്നു വിശദീകരിച്ചത്. കോവിഡ് സംബന്ധിച്ച് നിരന്തരമായി പഠനങ്ങളും പുതിയ ഗവേഷണങ്ങളും തുടരുന്നതായും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നിർദ്ദേശങ്ങളെന്നും അധികൃതർ വിശദീകരിച്ചു. 2ാം ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്ക് 6 മാസം കഴിയുന്നതോടെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു തുടങ്ങുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് 6 മാസം കഴിയുന്നതോടെ ഇവർ ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാൻ അർഹരായി മാറും. 9 മാസം കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി കുറയുകയും ഇഹ്തിറാസിലെ കോവിഡ് വാക്സിൻ സ്റ്റാറ്റസ് നഷ്ടമാവുകയും ചെയ്യുമെന്നാണ് നിലവിലെ നടപടികൾ. 12 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും 2ാം ഡോസ് സ്വീകരിച്ച് 6 മാസം പിന്നിട്ടവരാണെങ്കിൽ ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കോവിഡ് വാക്സിനേഷൻ ക്യാമ്പയിൻ അതിവേഗത്തിലാക്കിയതിലൂടെയും കോവിഡ് വ്യാപനം ഗണ്യമായി കുറയ്ക്കാനും നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താനും കഴിഞ്ഞതോടെയാണ് ഖത്തറിലെ ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങിയത്. എന്നാൽ മാസ്ക് ധരിക്കലും സാമൂഹിക അകലം പാലിക്കലും നിത്യജീവിതത്തിന്റെ ഭാഗമാക്കിയാണ് ഖത്തറിലെ ജനജീവിതം മുന്നോട്ടു പോകുന്നത്. ആശുപത്രികളുടെ പ്രവർത്തനങ്ങളും 100% സാധാരണ നിലയിലേക്ക് മടങ്ങി തുടങ്ങിയിട്ടുണ്ട്. കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങളും ഓരോന്നായി അവസാനിപ്പിച്ച് സാധാരണ സേവനങ്ങൾ പുനരാരംഭിച്ചു കഴിഞ്ഞു. ഡിസംബറിൽ ഒമിക്രോൺ ശക്തമായതോടെ 10,000 കടന്ന കോവിഡ് പോസിറ്റീവ് കേസുകൾ നിലവിൽ 3000-ൽ താഴെ എത്തി നിൽക്കുകയാണ്. പ്രതിദിന കേസുകളും 300-ൽ താഴെയായി കുറയ്ക്കാൻ പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രതിരോധ നടപടികൾക്ക് കഴിഞ്ഞുവെന്നാണ് വിലയിരുത്തൽ. ജനുവരി അവസാനത്തോടെയാണ് കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ ഖത്തർ പ്രഖ്യാപിച്ചത്. ഫെബ്രുവരിയിൽ മാസ്ക് ധരിക്കൽ വ്യവസ്ഥയിലും ഇളവുകൾ നൽകിയതോടെ ജനജീവിതം കൂടുതൽ സജീവമായി. ഇനിയൊരു കോവിഡ് തരംഗത്തിന് ഇട നൽകാതെ പൊതുജനാരോഗ്യം സുരക്ഷിതമാക്കുന്നതിന്റെ ഭാഗമായി സാമൂഹിക അകലം പാലിക്കൽ, അടഞ്ഞ പൊതുസ്ഥലങ്ങളിലും ആശുപത്രികൾ, പള്ളികൾ, സ്കൂളുകൾ, മാർക്കറ്റുകൾ തുടങ്ങിയ തുറന്ന പൊതുസ്ഥലങ്ങളിലും ഫേസ് മാസ്ക് ധരിക്കൽ തുടങ്ങിയ കോവിഡ് മുൻകരുതൽ വ്യവസ്ഥകളും നിർബന്ധമായും പാലിച്ചേ മതിയാകൂ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.